നമസ്കാരം. മലനാടൻ വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മലനാടൻ വോയിസിനോടൊപ്പം ഉള്ളത് മെൽബൺ സീറോ മലബാർ സഭയുടെ ബിഷപ്പ് ബഹുമാനപ്പെട്ട ജോൺ പനന്തോട്ടൻ പിതാവാണ്. നമസ്കാരം പിതാവേ. നമസ്കാരം. ആദ്യമായിട്ട് പറയട്ടെ, പിതാവിൻ്റെ ഇത്രയും വിലയേറിയ സമയം, വിലപ്പെട്ട സമയം, അതായത് വളരെ തിരക്ക് പിടിച്ച ഈ സമയത്ത് പിതാവ് മലനാടൻ വോയിസിനോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാനായിട്ട് അങ്ങ് കാണിച്ച ആ സ്നേഹത്തിന് വലിയ നന്ദി പറയുകയാണ്. താങ്ക് യു. അങ്ങ് സെൻറ്റ് തോമസ് പാരീഷിലെ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഈ പാരീഷിൻ്റെ, അതായത് ഇടവകയെ കൊറോണയായിട്ട് ഉയർത്തുക, അതിൻ്റെ ഒരു സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടാണെന്നറിയാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ 2-3 കാര്യങ്ങൾ പങ്കുവയ്ക്കാനും അതുപോലെ തന്നെ ഒരു ചാനൽ എന്ന നിലയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന അപേക്ഷിക്കാനൊക്കെയാണ് ഇന്നിവിടെ ഞാൻ പിതാവിൻ്റെ ഒപ്പം വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് പറയട്ടെ, സെൻറ്റ് തോമസ് പാരീഷ് എന്തുകൊണ്ടും പ്രത്യേകിച്ച് മെൽബൺ രൂപതയിൽ ചില പ്രത്യേകതകളുണ്ട്. കാരണം ആദ്യമായിട്ട് ഒരു ചർച്ച് മേടിക്കുവാനായിട്ട് പറ്റി. അതുപോലെ ഇടവകയായിട്ട് ആദ്യമേ ഡിക്ലെയർ ചെയ്ത് സെൻറ്റ് തോമസ് പാരീഷാണ്. അതുപോലെ ഇപ്പം നമുക്ക് ഫൊറോനയായിട്ട് ഉയർത്തപ്പെടുകയാണ്. ഞങ്ങളെല്ലാം വളരെ ത്രില്ലിലാണ്, ഇടവക അംഗങ്ങളും അച്ഛനുമൊക്കെ വളരെ ത്രില്ലിലാണ്. ഈ സാഹചര്യത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട 2-3 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഫൊറോനയായിട്ട് ഉയർത്തപ്പെട്ടപ്പോൾ ഇടവകാതലത്തിൽ നിന്ന് ഫൊറോനയിലേക്ക് ഉയർത്തപ്പെട്ടു. അപ്പം യഥാർത്ഥത്തിൽ പിതാവിന് ഞങ്ങളെക്കുറിച്ച് ചില സ്വപ്നങ്ങളും, അല്ലെങ്കിൽ ഇടവകയെക്കുറിച്ച്, അല്ലെങ്കിൽ ഫൊറോനയെക്കുറിച്ച് ചില സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ ഉണ്ടെന്നറിയാം. അത് ചെറുതായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ പിതാവ്? ഈ ഫൊറോന തരത്തിലുള്ള ഒരു ഡിക്ലറേഷൻ, അതൊരു ഹിസ്റ്റോറിക്കൽ ഡിക്ലറേഷനാണ്. കാരണം നമ്മളുടെ രൂപത വളരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. കാരണം അറിയാവുന്നതുപോലെ നമ്മുടെ രൂപതയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, വളരെ ദൂരത്തിലാണ് നമ്മളെല്ലാം, പ്രത്യേകിച്ച് ഓരോ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ദൂരം വളരെ അകലമാണ്. അപ്പോൾ ഈ അകലം നമ്മളുടെ അഡ്മിനിസ്ട്രേഷനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഓരോ കമ്മ്യൂണിറ്റി, ഓരോ സമൂഹവും ഓരോ പള്ളികളാണ്. എന്നുവെച്ചാൽ ഈശോയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന സമൂഹമാണ് ഒരു പള്ളി. അപ്പോൾ ഇങ്ങനെയുള്ള അടുത്തടുത്തുള്ള പള്ളികളെ ഒരുമിപ്പിച്ച് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാൻ ഒത്തിരി സഹായമാണ്. വളരെ പ്രത്യേകവിധമായിട്ട് നമ്മൾ വളരുന്ന ഒരു സമൂഹമാണ്, വളരെ യങ്ങായിട്ടുള്ള ഒരു സമൂഹമാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ യുവാക്കളുണ്ട്, ടീൻസുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അമ്മമാരുണ്ട്, നേഴ്സുമാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകളെല്ലാം ലോക്കൽ ലെവലിൽ നമുക്ക് ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ ഒരു ഫൊറോന ഡിക്ലെയർ ചെയ്യുന്നത്. അത് നമ്മളുടെ സമൂഹത്തെ കെട്ടിപ്പടുത്തുവാൻ ഒത്തിരിയേറെ സഹായിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള ഏറ്റവും ചെറിയ വിശദീകരണം. തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഇൻഫർമേഷനാണ് പിതാവേ. ഞങ്ങൾക്കത് വലിയൊരു അനുഗ്രഹമാണ് പിതാവിൻ്റെ വാക്കുകൾ. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്, യഥാർത്ഥത്തിൽ ഈ നമ്മുടെ യൂത്ത്, അല്ലെങ്കിൽ കൂടെ വളർന്നു വരുന്ന കുട്ടികളാണല്ലോ നമ്മുടെ തലമുറ, അല്ലെങ്കിൽ അടുത്ത തലമുറയെ സഭയെ നയിക്കേണ്ടവർ. അപ്പോൾ യൂത്തിനെക്കുറിച്ച്, അതായത് യൂത്തിനെ ഇടവകയോട് ചേർത്ത് നിർത്തുക, രൂപതയോട് ചേർത്ത് നിർത്തുക, വിശ്വാസത്തിൽ ഉറപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പേരൻസായ ഞങ്ങൾക്ക് എന്താണ് ചെയ്യാനായിട്ടുള്ളത്? അതുപോലെ തന്നെ രൂപതാ തലത്തിൽ എന്ത് കർമ്മ പദ്ധതികളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്? ഒന്ന് വിശദീകരിക്കാമോ? നമ്മളുടെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡിലുള്ള നമ്മളുടെ രൂപത വളരെ ചെറുപ്പമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇവിടെയുള്ള വന്നിരിക്കുന്ന മൈഗ്രൻസ്, പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങൾ വളരെ ചെറുപ്പമാണ്. അവരുടെ കുട്ടികളാണ് ഇനി അടുത്ത തലമുറയിലെ യുവാക്കളായിട്ട് വരുന്നത്. അപ്പം ഇവരാണ് ഇപ്പോഴുള്ള നമ്മളുടെ വളർന്നു വരുന്ന കുട്ടികളും ടീൻസും യുവാക്കളുമാണ് ഇനി ഈ ഓസ്ട്രേലിയയുടെ മണ്ണിൽ, അല്ലെങ്കിൽ ന്യൂസിലൻഡിലെ മണ്ണിൽ നമ്മളുടെ സീറോ മലബാർ പാരമ്പര്യം തുടരേണ്ടത്. അപ്പോൾ ഇവരെ നമ്മൾ വളരെയധികം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഓസ്ട്രേലിയയുടെ സാഹചര്യം ഹൈലി സെക്കുലറൈസ്ഡ് ആയിട്ടുള്ള രാജ്യമാണ്. ഇവിടെ മതത്തിനും ദൈവത്തിനൊന്നും വലിയ സ്ഥാനങ്ങളൊന്നും കൽപ്പിക്കാത്ത ഒരു പ്രത്യേക രീതിയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു അവസരത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട്, അത് രൂപതയും നമ്മുടെ ഇടവകളും ഫൊറോനയും അതുപോലെ തന്നെ ഓരോ കുടുംബാംഗങ്ങളും വളരെ ശ്രദ്ധിച്ച് ഈ യുവാക്കളെയും കുഞ്ഞുങ്ങളെയും വളർത്തിയെങ്കിൽ മാത്രമേ ഇവിടെ ഇനിയൊരു സീറോ മലബാർ സഭ നിലനിൽക്കുകയുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മപദ്ധതികൾ അങ്ങനെയായിരിക്കണം. അപ്പോൾ കൂടുതലായിട്ട് യുവാക്കൾക്ക് ഒരുമിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ അവർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും അവർക്ക് ഒരുമിച്ച് വന്ന് സമ്മേളിക്കാനും അവരുടെ സന്തോഷം പങ്കുവയ്ക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ നമ്മൾ സംഘടിപ്പിക്കണം. അതുപോലെ ഇപ്പോൾ ഉടനെ തന്നെ അടുത്ത വർഷങ്ങളിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു നാഷണൽ കോൺഫറൻസ് യുവാക്കളുടെ, നമ്മുടെ ഈ രൂപതയിലെ എല്ലാ യുവാക്കളെയും ഒരുമിച്ച് കൂട്ടി മെൽബണിൽ വെച്ച ഒരു പ്രോഗ്രാം നമ്മൾ ഉടനെ നടത്തുന്നുണ്ട്. ഇപ്പോൾ 72, അതായത് യുവാക്കളുടെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ വിളിച്ച് ഫോർമേഷൻ കൊടുക്കുന്നു, ലീഡേഴ്സിന് ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്നു. ആ രീതിയിലെല്ലാം നമ്മളിപ്പോൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ യുവാക്കളെയും ടീൻസിനെയും കുഞ്ഞുങ്ങളെയും വളരെയധികം നമ്മൾ ഓർഗനൈസ് ചെയ്യണം. അപ്പോൾ അതിന് രൂപതയ്ക്കുള്ളതുപോലെ തന്നെ ഓരോ കുടുംബാംഗങ്ങൾക്കും അതിനുള്ള വലിയ ഉത്തരവാദിത്തമുണ്ട്. വളരെ നല്ല ഇൻഫർമേഷൻ തീർച്ചയായിട്ടും പിതാവി. അതെനിക്ക് തോന്നുന്നത് യൂത്തിൻ്റെ പ്രവർത്തനങ്ങൾ പിതാവ് വന്നതിന് ഈ ചാർജ് എടുത്തതിന് ശേഷം അത് തുടങ്ങി വെച്ചു എന്ന് തോന്നുന്നു. കാരണം ധ്യാനങ്ങൾ നടക്കുന്നു, കുറച്ചും കൂടി ഒന്ന് ഇടവകയിലൊക്കെ യുവാക്കളൊന്ന് ഉണർന്ന ഒരു പോലെയുള്ള ഒരു രീതികളും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ യൂത്ത് കുടച്ചു ഉണരും തീർച്ചയായിട്ടും പിതാവി. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഫൊറോനയായിട്ട് ഉയർത്തപ്പെട്ട ഞങ്ങളുടെ ഈ ഇടവക തലത്തിൽ ഇടഭാഗങ്ങളായ ഞങ്ങൾക്ക് എന്താണ് ദൗത്യം, ഇനി എന്താണ്? ഇപ്പോൾ തീർച്ചയായിട്ടും പഴയതുപോലെ പോയാൽ ഒക്കുകയില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്കൊരു ദൗത്യമുണ്ട് തീർച്ചയായിട്ടും ഇടഭാഗങ്ങളായ. അപ്പോൾ അതോടൊന്ന് വിശദീകരിക്കാൻ പിതാവി. ആ ഫൊറോനയിലെ ഏറ്റവും വലിയ പള്ളിക്കാണ് നമ്മളൊരു ഫൊറോന പള്ളിയായിട്ട് ഉയർത്തുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അവിടെയുള്ള ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ, അവിടെയുള്ള വിശ്വാസികളുടെ പാർട്ടിസിപ്പേഷൻ, അതിനുള്ള ഭൗതിക സൗകര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ഫൊറോന പള്ളിയായിട്ട് ഒരു ദേവാലയത്തെ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, നമ്മൾക്ക് സ്ഥലങ്ങളില്ല നമ്മളുടെ യുവാക്കൾക്ക് ഒരുമിച്ച് കൂടുവാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സംഘടനകൾക്ക് ഒരുമിച്ച് കൂടുവാനും വരുവാനും ഒക്കെയുള്ള സ്ഥല സാഹചര്യമില്ല. അപ്പോൾ അത് നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് സ്ഥലമുണ്ട്, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അപ്പം നിങ്ങളത് പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട് അത് ഇവിടെ സാധ്യമാകും. നിങ്ങളുടെ സഹകരണം ഉണ്ടാകും. ഇവിടെ നമുക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഒരു വലിയ മാതൃക തന്നെ നമുക്കിവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു വലിയ സെൻറ്ററായി ഈ ഫൊറോന പള്ളി മാറും എന്നുള്ളത് എനിക്ക് തീർച്ചയാണ്. തീർച്ചയായിട്ടും പിതാവി. അങ്ങനെ പിതാവ് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഇടവകയായിട്ട് ഇത് ഉയർത്തപ്പെട്ടപ്പോൾ ഒരു 4 വികാരി അച്ഛന്മാരിവിടെ നിന്ന്, ഇപ്പോൾ ഇത് 4ാമത്തെയാണ് നമ്മളിവിടെ ഇടവകയായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം. അതുപോലെ തന്നെ വാനപ്പെട്ട ബാബുലച്ചൻ്റെ വലിയൊരു ദൗത്യം, അതായത് അന്നത്തെ സാഹചര്യത്തിൽ ഒരു പ്രതികൂല സാഹചര്യത്തിലൂടെയാണ് നമ്മൾ അന്ന് പോയത്. അന്ന് ഈ പള്ളി മേടിക്കാനൊക്കെ പറ്റി. അച്ഛനെ ഓർത്തുകൊണ്ട് വേണം നമുക്ക് ഇത് ഓർക്കാതിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനുശേഷം 2 അച്ഛന്മാർ, അതിന് മുമ്പുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട പീറ്റർ കാവുംപ്രോച്ചന്, ഇങ്ങനെ 4 അച്ഛന്മാരുടെ ക്ഷീണ പരിശ്രമം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. അവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. അപ്പം പിതാവ് പറഞ്ഞതുപോലൊക്കെ തന്നെ നല്ലൊരു കൂട്ടായ്മയോടെ രൂപപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയും പിതാവിൻ്റെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. അതെ. അപ്പോൾ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ച പിതാവിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നേരിൻ്റെ ശബ്ദമായിട്ട് മാറുവാനായിട്ട്, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ട് മാറുവാനായിട്ട് ദൃഢപ്രതിജ്ഞയെടുത്ത് ഒരു ചാനൽ, ഈ ചാനൽ മലനാടൻ വോയ്സ് എന്ന ഈ ചാനലിന് വേണ്ടി പിതാവിൻ്റെ പ്രാർത്ഥന ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. മലനാടൻ വോയ്സിന് വേണ്ടി ബേബിച്ചൻ ചിറയ്ക്കൽ. താങ്ക് യു.